ഈ പരിശുദ്ധമുള്ള ജീവിതങ്ങളെ നമ്മൾ കണ്ടുപിടിക്കണം. അതാദ്യം പരിശുദ്ധമുള്ള കണ്ടുപിടിക്കാനുള്ള ചില മാർഗങ്ങളാണ് അച്ഛൻ പറഞ്ഞത്. അപ്പൊ അവര് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ അവർക്ക് കർത്താവിൽ സാക്ഷ്യം വഹിക്കാൻ പറ്റും. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനമുണ്ട്. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. പറഞ്ഞേ, സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. സുവിശേഷം പ്രസംഗിക്കുന്നത് ലജ്ജിക്കുന്നില്ല. ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ലജ്ജയില്ല, നാണക്കേടായിട്ട് തോന്നില്ല. കാരണം അങ്ങനെ പറയാൻ കാരണം പൗലോസ് ആര് നിറഞ്ഞിട്ടുണ്ട്? പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവർക്ക് മാത്രം, ബുദ്ധി മാത്രമേ ഉള്ളെങ്കിൽ അവൻ പുറകോട്ട് വലിഞ്ഞിരിക്കും. എപ്പോഴും അവനാ സാക്ഷ്യം വഹിക്കാനുള്ള ധൈര്യം കിട്ടത്തില്ല. അറിവും ബുദ്ധിയുമുണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. സുവിശേഷം സാക്ഷ്യം വഹിക്കാൻ പരിശുദ്ധാത്മാവ് നിറയുക തന്നെ വേണം. അരൂപി നിറയുമ്പോഴാണ് നമുക്ക് കർത്താവിന് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കുക. കൈകടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിന് പോരാ, എന്നിട്ട് കഴിച്ച്. അപ്പോൾ ഏലിയ പ്രവാചകന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം നിറഞ്ഞിട്ടുണ്ട്. ഏലിയ പ്രവാചകന് പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് അവൻ എവിടെയും കർത്താവിന് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. 2 കരമ സ്തുതിച്ച് ഹല്ലേലൂയ, സ്തുതിക്കുക.